ഈ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് PVC കാർഡ് രൂപത്തിലുള്ള വോട്ടർ ID കാർഡിന് അപേക്ഷ കൊടുക്കുക എന്നുള്ളതാണ്. പഴയ മോഡൽ വോട്ടർ ID കാർഡുകളൊക്കെ ആണെങ്കിൽ PVC കാർഡ് രൂപത്തിലേക്ക് എങ്ങനെ നമുക്ക് മാറ്റാം എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. പഴയതൊക്കെ ആണെങ്കിൽ ഫോട്ടോ അപ്ഡേറ്റ് കൂടി നിങ്ങൾ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. ഇനി എല്ലാ നഷ്ടപ്പെട്ടു പോയ PVC കാർഡ് രൂപത്തിലുള്ള പുതിയ വോട്ടർ ID കാർഡ് തന്നെയാണ് നഷ്ടപ്പെട്ടു പോവുകയോ ഡാമേജ് ആവുകയോ ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു മെത്തേഡ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു ID ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. ID ക്രിയേറ്റ് ചെയ്യുന്ന വിധം എങ്ങനെയാണെന്നുള്ളത് പുതിയ വോട്ടർ ID കാർഡിന് അപേക്ഷ കൊടുക്കുന്ന രീതിയിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. സൈനപ്പ് ഓപ്ഷൻ കൊടുത്ത് നിങ്ങളുടെ മൊബൈൽ നമ്പർ ഉപയോഗിച്ചിട്ട് ഒരു ID ക്രിയേറ്റ് ചെയ്യണം. അതിൽ കൂടുതലൊന്നും ചെയ്യാനില്ല. അതിനുശേഷം ലോഗിൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. യൂസർ ID പാസ്വേഡ് ഉപയോഗിച്ചിട്ട് ലോഗിൻ ചെയ്യുക. റിക്വസ്റ്റ് OTP ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് വന്നിരിക്കുന്ന OTP എൻ്റർ ചെയ്ത് കൊടുക്കുക. വെരിഫൈ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഇതിനകത്ത് നമുക്ക് ഫോം 8 ആണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന റീപ്ലേസ് ചെയ്യാനുള്ള അല്ലെങ്കിൽ പുതിയ രീതിയിലുള്ള PVC കാർഡിന് ഓർഡർ കൊടുക്കുന്നതിനുള്ള ഫോം. അതിൽ ഫോം 8 എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ സെൽഫ് ആണോ അല്ലെങ്കിൽ അതർ ആണോ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതർ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മുടെ ആർക്കാണോ അപേക്ഷ കൊടുക്കേണ്ടത് അവരുടെ വോട്ടർ ID കാർഡ് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ആളുടെ പേര് ഇവിടെ കാണിക്കും. ഓക്കെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇതിനകത്ത് നമുക്ക് മൂന്നാമത്തെ ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഇഷ്യൂ ഓഫ് റീപ്ലേസിംഗ് എപ്പിക് വിത്തൗട്ട് കറക്ഷൻ എന്നുള്ള ഓപ്ഷൻ. അതിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഇതിനകത്ത് മാറ്റം വരുത്താനൊന്നും ഉണ്ടാവില്ല. നമ്മൾ മുന്നോട്ട് പോകാം. അപ്പൊ ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം തന്നെ നെക്സ്റ്റ് അടിക്കുക. രണ്ടാമത്തെ കോളം നെക്സ്റ്റ് അടിക്കുക. ഇവിടെ നമുക്ക് എന്തുകൊണ്ടാണ് നമ്മൾ അപേക്ഷ കൊടുക്കുന്നത് എന്നുള്ള ഒരു ഓപ്ഷൻ ആണ്. ഇവിടെ ലോസ്റ്റ് ഉണ്ട്, ഡിസ്ട്രോയിഡ് ഉണ്ട്. നമുക്ക് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം. ലോസ്റ്റ് ആണെങ്കിൽ നമ്മൾ അതിന് പോലീസ് FIR കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കേണ്ടി വരും. ഇനി എല്ലാം നമ്മൾ ഡിസ്ട്രോയിഡ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അതിന്റെ ആവശ്യമില്ല. അത് കൊടുത്തു. നെക്സ്റ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു. അടുത്തായിട്ട് അപേക്ഷിക്കുന്ന പ്ലേസ് നമ്മൾ കൊടുക്കുക. നെക്സ്റ്റ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ക്യാപ്ച എൻ്റർ ചെയ്ത് കൊടുക്കുക. പ്രിവ്യൂ ആൻഡ് സബ്മിറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. പ്രിവ്യൂ ഇവിടെ കാണിക്കും. സബ്മിറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ യെസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് അപേക്ഷ നമ്മൾ സമർപ്പിച്ചതായിട്ട് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇതിന്റെ ഒരു അക്നോളജ്മെന്റ് സ്ലിപ്പ് നമുക്ക് ഇവിടെ നിന്നും ഡൗൺലോഡ് ചെയ്ത് കസ്റ്റമർക്ക് കൊടുക്കാനും സാധിക്കുന്നതാണ്. ഈ ഒരു രീതിയിലാണ് വോട്ടർ ID കാർഡിന്റെ PVC കാർഡിന് വേണ്ടി രണ്ടാമത് നമ്മൾ അപേക്ഷ കൊടുക്കുന്നത്.